പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. കൊച്ചി റമാഡയിലെ പുതിയ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇത്തവണ ഫുഡ് ട്യൂബിൽ. കേരളത്തിൻ്റെ സ്വന്തം മീനായ കരിമീനിൻ്റെ പേരിലുള്ള പേൾ സ്പോട്ട് കോസ്റ്റൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തനതായ കയറുൽപ്പന്നങ്ങളും പഴം തടിയും ഒക്കെ ഉപയോഗിച്ച് കമനീയമായ രീതിയിൽ അലങ്കരിച്ച റെസ്റ്റോറൻറ്റ് ഉൾവശത്തേക്കുള്ള കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മീൻ ശൽക്കങ്ങൾ പോലെ തോന്നിക്കുന്ന എൻട്രൻസ്, അവിടെ ഒരു സെൽഫി പോയിൻ്റ് ക്രമീകരിച്ചിരിക്കുന്നു. പേൾ സ്പോട്ടിൻ്റെ പേരുൾപ്പെടെയുള്ള അവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ഉൾവശം, അതായത് കുമ്പളം കായലിൻ്റെ കരയ്ക്ക് കാറ്റേറ്റ് നല്ല കടൽ വിഭവങ്ങളും കായൽ വിഭവങ്ങളും ഒക്കെ കഴിക്കുവാൻ പറ്റിയ ഒരിടമാണിത്. പ്രശാന്തമായ അന്തരീക്ഷത്തിൽ രുചികരമായ കടൽ വിഭവങ്ങൾ ആരാണ് ഇഷ്ടപ്പെടാത്തത്? നല്ല ടേബിൾ സെറ്റിങ്ങും പ്ലേറ്റുകളും അതേപോലെ തന്നെയുള്ള വിഭവങ്ങളും ഈ റെസ്റ്റോറൻറ്റിൻ്റെ മാറ്റുകൂട്ടുന്നു. വലിയ നാട്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ദക്ഷിണേന്ത്യയുടെ 3 കടൽ തീരങ്ങളിൽ നിന്നും തേടിയെടുത്ത രുചിക്കൂട്ടുകളാണ് പേൾ സ്പോട്ട് കോസ്റ്റൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്നത്. അതായത് മംഗലാപുരം മുതൽ ഗോവ വരെയുള്ള കൊങ്കൺ കോസ്റ്റും, മംഗലാപുരം താപ്പോട്ട് കന്യാകുമാരി വരെയുള്ള മലബാർ കോസ്റ്റും, അതുപോലെ കന്യാകുമാരി മുതൽ മേൽ തെലങ്കാന ആന്ധ്ര വരെയുള്ള കോറമാൻഡൽ കോസ്റ്റും ഒക്കെയും ഈ ഒരു രുചി വൈവിധ്യത്തിൻ്റെ ഇടം നേടുന്നു. ഇവിടെ നിന്നൊക്കെയും തേടിപ്പിടിച്ച് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന വിഭവങ്ങൾ മാത്രമാണ് പേൾ സ്പോട്ടിൽ ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. നല്ല അന്തരീക്ഷം, നല്ല ലൈറ്റുകളും കാര്യങ്ങളുമായിട്ടൊക്കെ, നല്ല വാം ലൈറ്റും കാര്യങ്ങളായിട്ടൊക്കെയുള്ള ഉൾവശം കാണുമ്പോൾ നമ്മളുടെ ഏതൊരു മൂഡിനെയും സിങ് ചെയ്യത്തക്കവണ്ണം ഈ റെസ്റ്റോറൻറ്റിന് അതിൻ്റേതായ ഒരു രീതികൾക്ക് മാറ്റിക്കൂട്ടുന്നു. ഉൾവശത്തേക്ക് കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് ദൂരെ കാണാൻ പറ്റും ഏകദേശം 100 വർഷങ്ങൾ പഴക്കമുള്ള ഒരു മീൻ വഞ്ചിയുടെ ശേഷിപ്പാണത്. അതായത് പകുതി ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതിൻ്റെ പകുതിയാണ് അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നാപ്പുറത്ത് കാണുന്ന തടികളൊക്കെയും റീസൈക്കിൾഡ് തടിയാണ്. അതായത് ടെമ്പേർഡ് വുഡ് അല്ലെങ്കിൽ പഴയ ഉപയോഗിച്ച തടികളിൽ നിന്നെടുത്ത് നമ്മൾ പോളിഷ് ചെയ്തതാണ്. ആ വഞ്ചിയും തുഴയും എല്ലാം അങ്ങനെ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ 2 ലൈഫ് റിങ്ങുകളുണ്ട്. കടൽ വിഭവങ്ങളും കായൽ വിഭവങ്ങളും മാത്രമാണ് പേൾ സ്പോട്ടിൽ ലഭ്യമാകുന്നത്. രുചികരമായതും മറ്റ് ഭക്ഷണശാലകളിൽ ലഭ്യമല്ലാത്തതുമായ വിഭവങ്ങൾ ഇവിടുത്തെ മെനുവിൻ്റെ മാറ്റ് കൂട്ടുന്നു. കായലിൽ രാത്രിയിൽ മത്സ്യം പിടിക്കുന്ന മുക്കൂരെ കണ്ടുകൊണ്ടും അവർക്ക് കിട്ടുന്ന പുതിയ പുതിയ മത്സ്യസമ്പത്തുകൾ കണ്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും ഒക്കെ നല്ലൊരു രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സായങ്കാലം ഇവിടെ എല്ലാവർക്കും ചെലവഴിക്കാവുന്നതാണ്. കായലിൽ നിന്ന് നല്ല കാറ്റ്, നല്ല നിലാവ്, കാഴ്ചകൾ, രുചികൾ എല്ലാം പേൾ സ്പോട്ട് റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ആ മെനുവിലേക്കൊന്ന് കണ്ണോടിക്കാം. മെനു വൈവിധ്യമേറെയുള്ള മെനുവാണ്. ഞാൻ പറഞ്ഞതുപോലെ കൊങ്കൺ കോസ്റ്റ് മുതൽ കോറമാൻഡൽ കോസ്റ്റ് വരെയുള്ള വിവിധ ഇടങ്ങളിൽ നിന്നും തേടിയെടുത്ത രുചിക്കൂട്ടുകൾ. കണവ വറവലും കാർവാറി ഫ്രൈഡ് ഫിഷ്, കൊങ്കൺ എന്നുള്ള കാർവാറി ഫ്രൈഡ് ഫിഷും. അടുത്ത പേജിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ഡിഷായ കൊഞ്ച് റസാളം, അതായത് കുട്ടിക്കാലത്ത് തേൻമാങ്ങ ചാറിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ രുചിയിൽ തയ്യാറാക്കിയ കൊഞ്ച് റസാളം. അതുപോലെ തന്നെ ഏറ്റവും നല്ല കരിമീൻ കിട്ടുന്ന കൊല്ലം കുണ്ട്ര കാഞ്ഞിരോട്ട് കായലിനുള്ള ബഹുമാനാർത്ഥം കാഞ്ഞിരോട്ട് കരിമീനും എന്ന് ജന്മനാടായ കടമ്പനാടൻ കൊഞ്ച് റോസ്റ്റും കൊയിലോൺ ക്രാബ് മസാലയും. അതേപോലെ തന്നെ പച്ചപ്പുള്ളി ചാവോലി, ഫുഡ് ട്യൂബിലൂടെ താരമായ പച്ചപ്പുള്ളി ചാവോലിയും ഒക്കെ ഇതിനകത്ത് നമ്മൾക്ക് ലഭ്യമാകുന്നതാണ്. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ, നമ്മൾ കണ്ടതും കേട്ടതും അല്ലാത്തതുമായ ഒത്തിരി വിഭവങ്ങൾ, കടൽ വിഭവങ്ങൾ, കായൽ വിഭവങ്ങളൊക്കെ രുചികരമായ രീതിയിൽ കലർപ്പില്ലാതെ നിങ്ങളുടെ തീന്മേശകളിലേക്ക് എത്തിക്കുന്നുള്ളൊരു ഗ്യാരണ്ടിയാണ്
പേൾ സ്പോട്ട് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് തരുന്നത്. നമുക്ക് ആ രുചികളുടെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. കലമാരി വറുവൽ, അതായത് കണവ വറുവലാണത്. റാലപ്പി പ്രോൺസ് സാലഡുണ്ട്. വരുന്നത് കടമ്പനാടൻ കൊഞ്ച് റോസ്റ്റാണ്, അപ്പത്തിനകത്ത് സെർവ് ചെയ്യുന്നു. ഇതും ഞാൻ മുൻകാലങ്ങളിൽ ഫുഡ് യൂബിൻ്റെ ഒരു എപ്പിസോഡിൽ അവതരിപ്പിച്ചതാണ്. പ്രസൻറ്റേഷൻ മാത്രമേ ഒന്ന് മാറ്റിയിട്ടുള്ളൂ. അടുത്തത് വരുന്നത് ചെമ്മീൻ 101 ആണ്, അതായത് 101 കറികളുടെ രുചിക്കൂട്ടുള്ള ചെമ്മീൻ 101 ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഏറെ രുചികൾ കാത്തു നിൽക്കുന്നു. ചെമ്പല്ലി വറയും പലതരത്തിലുള്ള മീൻ കറികളും മീൻ മസാല ഫ്രൈയും കരിമീൻ വറുത്തതും പൊരിച്ചതും ഒക്കെ മെനുവിൽ സുലഭമായിട്ടുണ്ട്. കായലിലെ മീൻപിടുത്തം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, ആസ്വദിക്കാം. ചെമ്മീൻ സുലഭമായിട്ട് കിട്ടുന്നിടം, ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം. കരിമീൻ്റെ പലതരം രുചികൾ, ചെമ്മീൻ രുചികൾ, കണവ, ചെമ്പല്ലി, കാളാഞ്ചി, നെയ്മീൻ മുതലായ വിഭവങ്ങളുടെ നീണ്ട നിര. ക്രാബ് മസാല, ഞണ്ട്, പുതുമയാർന്ന അനേകം രുചികൾ, കറികൾ ഒക്കെ പേൾ സ്പോട്ടിൽ ലഭ്യമാണ്. ആലപ്പുഴക്കാരുടെ മീൻ കറിയാണ് മാങ്ങയിട്ട കാളാഞ്ചി മീൻ കറിയാണിത്. കാർവാറി ഫിഷ് ഫ്രൈ വരുന്നു. റവയിൽ കോട്ട് ചെയ്ത് ഫ്രൈ എടുക്കുന്ന കാർവാർ, അതായത് മംഗലാപുരം മുതൽ ഗോവ വരെയുള്ള തീരത്തുകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കാർവാറി ഫിഷ് ഫ്രൈ. തുറമുഖ പട്ടണമായ കൊല്ലത്തിൻ്റെ ക്രാബ് മസാല വരുന്നു, കൊയിലോൺ ക്രാബ് മസാല. ഇനി വരുന്നതാണ് കാഞ്ഞിരോട്ട് കരിമീൻ. ഏറ്റവും നല്ല കരിമീൻ ലഭ്യമാവുന്ന അഷ്ടമുടിക്കായലിൻ്റെ കാഞ്ഞിരോട്ട് കായലിനുള്ള നന്ദി സൂചകമായിട്ട് കാഞ്ഞിരോട്ട് കരിമീനാണ് ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നല്ല ഒരു പച്ച മസാലയ്ക്കകത്ത്, അതായത് പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ ഒരു മസാലയ്ക്കകത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത കാഞ്ഞിരോട്ട് കരിമീൻ. ഞങ്ങളുടെ സിഗ്നേച്ചർ ഡിഷ് കൊഞ്ച് റസാളം, അതായത് പഴമാങ്ങ ചാറിൽ പൊള്ളിച്ചെടുത്ത അല്ലെങ്കിൽ വേവിച്ചെടുത്ത കൊഞ്ച് റസാളമാണ് ഡിഷ്. അതിൻ്റെ കൂടെ കള്ളപ്പവും സാലഡുമെല്ലാമായിട്ട് നല്ലൊരു കംപ്ലീറ്റ് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണിത്. അങ്ങനെ ഒരുപാട് ഡിഷുകളുടെ കാഴ്ചകൾ, സ്വദേശികളുമായ ഒരുപാട് ഗസ്റ്റുകൾ ഇത് എൻജോയ് ചെയ്യുന്നു, ആസ്വദിക്കുന്നു. കടൽ രുചികളുടെ കലർപ്പില്ലാത്ത ഈ കലവറയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു.